ദൈവത്തിന് സ്തുതി. പ്രിയമുള്ളവരെ, എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തില് 14-ാം അധ്യായത്തില് 12 മുതലുള്ള വചനങ്ങളാണ് വായിക്കുന്നത്. 14-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗമാണിത്. വ്യക്തിപരമായ ഉത്തരവാദിത്വം. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഒരു ദേശം വിശ്വസ്തത വെടിഞ്ഞ് എനിക്കെതിരായി പാപം ചെയ്താൽ ഞാൻ അതിനെതിരെ എൻ്റെ കരം നീട്ടി അവരുടെ അപ്പം പിൻവലിക്കുകയും അവരുടെ മേൽ ക്ഷാമം അയക്കുകയും ചെയ്യും. അങ്ങനെ മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നശിപ്പിക്കും. നോഹ, ദാനിയേൽ, ജോബ് എന്നീ 3 പേർ അവിടെ ഉണ്ടെങ്കിൽ തന്നെയും അവരുടെ നീതി ഹേതുവായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ആ ദേശത്തിലൂടെ ഞാൻ വന്യമൃഗങ്ങളെ കടത്തിവിടുകയും അതിനെ നശിപ്പിച്ച് വിജനമാക്കുകയും അവ മൂലം അവിടെ ആർക്കും വഴി നടക്കാനാവാതിരിക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഈ 3 പേരും ആ ദേശത്ത് ഉണ്ടെങ്കിൽ തന്നെ ഞാനാണ് അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല. അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ആ ദേശം നിർജ്ജനമായി തീരും. ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. ഞാൻ ആ ദേശത്തിനെതിരെ വാൾ അയച്ച് വാൾ ആ ദേശത്തിലൂടെ കടന്നു പോകട്ടെ എന്ന് പറയുകയും അവിടെയുള്ള മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. അപ്പോൾ ഈ 3 പേരും ആ ദേശത്തുണ്ടെങ്കിലും ഞാനാണ് അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല. അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ആ ദേശത്തേക്ക് പകർച്ചവ്യാധി അയക്കുകയും മനുഷ്യരെയും മൃഗങ്ങളെയും നശിപ്പിക്കാൻ രക്തച്ചൊരിച്ചിലൂടെ എൻ്റെ ക്രോധം വർഷിക്കുകയും ചെയ്യുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ നോഹയും ദാനിയേലും ജോബും അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഞാനാണ് അവർക്ക് തങ്ങളുടെ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാനാവില്ല. തങ്ങളുടെ നീതി ഹേതുവായി അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജെറൂസലേമിൽ നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും തുടച്ചു മാറ്റാൻ വാൾ, ക്ഷാമം, ഹിംസ്ര ജന്തുക്കൾ, പകർച്ചവ്യാധി എന്നിങ്ങനെ 4 കഠിന ശിക്ഷകൾ അയച്ചാൽ എത്ര അധികമായിരിക്കും നാശം. എങ്കിലും കുറെ പേർ അവശേഷിക്കും. അവർ പുത്രന്മാരെയും പുത്രിമാരെയും കൊണ്ട് തങ്ങളുടെ അടുത്തെത്തും. നിങ്ങൾ അവരുടെ പെരുമാറ്റവും പ്രവൃത്തിയും കാണുമ്പോൾ ജെറൂസലേമിൽ ഞാൻ വരുത്തിയ വിനാശത്തിന്റെയും അവിടെ ഞാൻ പ്രവർത്തിച്ച എല്ലാറ്റിന്റെയും കാരണം ബോധ്യപ്പെട്ട് നിങ്ങൾക്ക് ആശ്വാസം തോന്നും. അവരുടെ പെരുമാറ്റവും പ്രവൃത്തിയും കാണുമ്പോൾ ഞാൻ അവിടെ ചെയ്തതൊന്നും അകാരണമായിട്ടില്ല എന്ന് മനസ്സിലാക്കി നിങ്ങൾ ആശ്വസിക്കും. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എസെക്കിയേൽ പ്രവാചകനിലൂടെ ഞങ്ങളോട് സംസാരിക്കുകയാണല്ലോ. പാപം ചെയ്ത് അങ്ങയിൽ നിന്നും അകന്നുപോയ ഇസ്രായേൽ ജനതയെ അങ്ങ് നശിപ്പിക്കുമെന്ന്. പകർച്ചവ്യാധികളിലൂടെയും തകർച്ചകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും അവിടെ ഉള്ള മക്കളുടെ മരണത്തിലൂടെയും ഇസ്രായേൽ ജനതയെ ശിക്ഷിക്കുമെന്ന് അരുളി ചെയ്യുന്നു. ഒരു ആശ്വാസവാക്ക് ഞങ്ങൾ കേൾക്കുന്നു. എങ്കിലും കുറെ പേർ രക്ഷപ്പെടും. രക്ഷയ്ക്കായിട്ടാണല്ലോ അങ്ങയുടെ വചനം ഞങ്ങൾ വായിക്കുകയും മനസ്സിലാക്കുകയും ഹൃദയസ്ഥമാക്കുകയും ചെയ്യുന്നത്. ദൈവമേ, എസെക്കിയേലിനെ അയച്ചുകൊണ്ട് ഒരു ജനതയെ മുഴുവനും അങ്ങ് രക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. ഇന്നും ഈ സമൂഹങ്ങളിൽ ഇപ്രകാരമുള്ള തിന്മകളും പാപങ്ങളും ഉപദ്രവങ്ങളും അടിച്ചമർത്തലും എല്ലാം ഉണ്ട്. നീതിമാനായ ദൈവമേ, ഇവരെ എല്ലാവരെയും രക്ഷിക്കണമേ.
രോഗികളായ മക്കൾക്ക് ആശ്വാസം കൊടുക്കണമേ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവർക്ക് ആശ്വാസവും സമാധാനവും ശാന്തിയും കൊടുക്കണമേ. രക്ഷയുടെ പാതയിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നതിന് നന്ദി പറയുന്നു. ദൈവമേ നന്ദി. സ്നേഹമുള്ളവർ, ഈ വചനം കേട്ടതിന് നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ. എൻ്റെ പേര്